ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നു മാങ്ങാക്കൂട്ടാൻ. പഴയ കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ പെട്ടെന്ന് മാങ്ങയുടെ സീസണിൽ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു കറിയാണ് മാങ്ങാക്കൂട്ടാൻ. നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? മാങ്ങാക്കൂട്ടാൻ തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ 2 പച്ചമാങ്ങ തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അരമുറി തേങ്ങ ആവശ്യമുണ്ട്, ചെറിയുള്ളി ഒരു 4-5 ചെറിയുള്ളി ആവശ്യമുണ്ട്, ഒരു 2-3 വെളുത്തുള്ളി ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കറിവേപ്പില വേണം, 2 പച്ചമുളക് നടുവേ കീറിയത് വേണം, അതുപോലെ തന്നെ വറ്റൽമുളക് വേണം. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടി 1 സ്പൂണും മല്ലിപ്പൊടി, മുളക് പൊടി, കടുകും. നമുക്ക് തുടങ്ങിയാലോ? ആദ്യമായിട്ട് നമ്മൾ പാനിലോട്ട് മാങ്ങ ഇട്ട് കൊടുക്കുന്നു. എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, മാങ്ങ വെറുതെ ഇട്ട് കൊടുക്കുന്നു. ഇതിലോട്ട് തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മസാലയൊന്ന് മൂപ്പിച്ചെടുക്കുക. മസാലയൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വെക്കുന്നു. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, മാങ്ങ പെട്ടെന്ന് വെന്ത് വരും. നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കുക. മാങ്ങ പെട്ടെന്ന് ഒരു 5-10 മിനിറ്റ് പച്ചമാങ്ങ നന്നായിട്ട് വെന്ത് വരും. മാങ്ങ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ നന്നായിട്ട് അരയ്ക്കണം, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇളകി കൊടുക്കുക. ജാറ് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളമോടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇട്ട് കൊടുക്കുക ഉപ്പ്. മാങ്ങക്കറി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കണം. പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളി ഇടുക, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വാടി വരണം, എന്നാലേ ആ ടേസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ കറിവേപ്പില. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് നമുക്ക് മാങ്ങാക്കറിയിലോട്ടിട്ട് ഫിനിഷ് ചെയ്യാം. പച്ചമാങ്ങ കൂട്ടാൻ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് സാധനം എന്നുള്ള കാര്യം. നല്ല പുളിയൊക്കെ ഉണ്ട്. പണ്ട് വല്യമ്മ ഉണ്ടാക്കി തരുമായിരുന്നു ഇതുപോലത്തെ കറി, ചോറിന്റെ ഒക്കെ കൂടെ. അത് മാത്രം മതിയായിരുന്നു ചോറ് തിന്നാനായിട്ട്. അടിപൊളി ടേസ്റ്റാ. സാന്ദ്ര പറഞ്ഞ പോലെ ചോറ് ഉച്ചയ്ക്ക് ഒരു പറ ചോറുണ്ടാണ് ഈ മാങ്ങാക്കറി മാത്രം മതി. നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല ഉപ്പും പുളിയൊക്കെയുള്ള സൂപ്പർ ഒരു കറിയാണ്. നിങ്ങൾ എല്ലാവരും അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ജിജോ ഫ്രം ഗുഡ്വിൽ പാചകം.